തുറന്നാൽ അവിടെ അത്ഭുതം വെളിപ്പെടും. ഇന്ന് രാത്രിയിൽ 29ാമത് കല്യാണിമുക്ക് കൺവെൻഷനിലും അവൻ എഴുന്നള്ളി വന്നിട്ടുണ്ട്. ചേർന്ന കർത്താവിനെ ശബ്ദമുയർത്തി എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ചില അടഞ്ഞ മണ്ഡലങ്ങളിൽ വിഷണ്ണതയോടിരിക്കുന്ന ചിലരോട് ഇന്ന് രാത്രിയിൽ യേശു ഇടപെടുകയാ. നിന്റെ അടഞ്ഞ മണ്ഡലങ്ങളിൽ നീ തുറന്നു കൊടുക്കാതെ അവൻ അകത്ത് കയറാൻ കഴിവുള്ള കർത്താവ്. ഇരിക്കുന്ന സ്ഥലത്ത് ഇരുന്നു കൊണ്ട് ഉള്ളമുരുകി ഒരു വാക്കൊന്ന് പ്രാർത്ഥിക്ക. നിന്റെ അടഞ്ഞ ഹൃദയത്തെ ഇന്ന് രാത്രിയിൽ അവൻ തുറക്കുന്ന രാത്രിയാ. നിന്റെ അടഞ്ഞ മണ്ഡലങ്ങളിൽ ഭാവിയുടെ മേൽ കരിനിഴൽ വീഴ്ത്തിയ ചില മണ്ഡലങ്ങളിൽ, ശൂന്യത വിതച്ച ചില മണ്ഡലങ്ങളിൽ ഇന്ന് രാത്രി യേശു ഇടപെടുന്ന രാത്രിയാണ്. ഹല്ലേലൂയ. യേശു എന്നുള്ള പേര് പലർക്കും ചിരപരിചിതമാണ്. ആർക്കാണ് യേശു എന്നുള്ള പേര് അറിയാൻ വയ്യാത്തത്? ഈ കൺവെൻഷൻ കേൾക്കുമ്പോഴും ചിലർ പറയുന്നുണ്ടായിരിക്കും, കഴിഞ്ഞ 29 വർഷമായി യേശു യേശു എന്നുള്ള പേര് കേൾക്കുകയല്ലേ. യേശു എന്നുള്ള പേര് ചിരപരിചിതമാണ്. പ്രൈസ് ദി ലോർഡ്. പലർക്കും അതൊരു എക്സൈറ്റ്മെന്റ് ഒന്നുമല്ല യേശു എന്നുള്ള പേര് കേൾക്കുമ്പോൾ. പ്രൈസ് ദി ലോർഡ്. അതാണ് ഇന്നിന്റെ ഒരു യാഥാർത്ഥ്യം. എന്നാൽ ഞാനൊരു കാര്യം തുറന്നു പറയാം. എവിടെയോ തട്ടിത്തകരാൻ ഓടിക്കുന്ന, തകർന്നു പോയ, കൈവിടപ്പെട്ടു പോയ, ജീവിതം അടുത്തുപോയി, ഇതെങ്ങനെയെങ്കിലും ഒന്ന് തീർന്നാൽ മതി, അല്ല ഒരു രോഗമുഖാന്തരം അല്ലെങ്കിൽ പാപനിമിത്തം എവിടെയെങ്കിലും തട്ടിത്തകരുമെന്ന് വിചാരിച്ച് കൈവിട്ട് സഞ്ചരിച്ച ഒരു കൂട്ടം ജനത്തെ, ഹൊറിസോണ്ടലായി സഞ്ചരിച്ച ഒരു കൂട്ടം ജനത്തെ ഒരു സുപ്രഭാതത്തിൽ വെർട്ടിക്കലായി അവൻ കണക്ട് ചെയ്ത് പിടിച്ചു നിർത്തി അവന്റെ വലിപ്പം ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന നമുക്ക് ഈ നാമം കേവലം ഒരു നാമമല്ല, നമ്മുടെ ഉള്ളം തുടിക്കുന്ന രാത്രിയാ. പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തുവിനെ ഇന്ന് ചിരപരിചിതമാണ്. കാരണം അവന്റെ പ്രവൃത്തികളും പ്രസംഗങ്ങളും വാക്കുകളും അത്രയ്ക്ക് ഗൗരവമുള്ളതായിരുന്നു. ഇന്ത്യയുടെ രാഷ്ട്രപതി മഹാത്മാഗാന്ധി, അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ള വ്യക്തി യേശുക്രിസ്തു ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയായിരുന്നു: അഹിംസ എന്നുള്ള സിദ്ധാന്തം ഞാൻ ഇന്ന് പ്രസംഗിക്കുന്നത് ജീവിതത്തിൽ ജീവിച്ച് കാണിച്ചവന്റെ പേരായ യേശുക്രിസ്തു ഞാൻ കണ്ടിരുന്നെങ്കിൽ സല്യൂട്ട് ചെയ്ത് ആദരിക്കുമായിരുന്നു. ഇന്ത്യയുടെ അഭിമാനം വാനോളം ഉയർത്തിയ നമുക്കെല്ലാവർക്കും അറിയാം, യുണൈറ്റഡ് നേഷൻസിൽ ഒരൊറ്റ പ്രസംഗത്തിൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ലോകരാജ്യങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന ഒരു മഹത് വ്യക്തിയുണ്ട്, സ്വാമി വിവേകാനന്ദൻ. അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗമായിരുന്നു ഇന്ത്യയെ ലോകത്തിന്റെ മുന്നിൽ അറിയിച്ചത്. ചിക്കാഗോയിൽ വെച്ച് നടന്ന ഒരു പ്രസംഗം. ആ പ്രസംഗിച്ച മഹാനായ വ്യക്തി യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണെന്നറിയാമോ? ആ പുണ്യപുരുഷനെ ഞാൻ കണ്ടിരുന്നുവെങ്കിൽ ചങ്കിലെ ചോര കൊണ്ട് അദ്ദേഹത്തിന്റെ പാദം ഞാൻ കഴുകുമായിരുന്നു. അവിടെ നിർത്തി. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ബൈലോ തയ്യാറാക്കിയ കാറൽ മാർക്സിന്റെ ഒരു വാചകം ഇങ്ങനെയാ. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വാചകം, ആ ബൈലോ തയ്യാറാക്കുവാൻ വേണ്ടി ആ മനുഷ്യന് പ്രചോദനം നൽകിയത് യേശുക്രിസ്തുവിന്റെ നാസറേത്ത് മാനിഫെസ്റ്റോയാ എന്ന് പറഞ്ഞ ഗലീല പ്രസംഗം. അന്ന് യേശു അവിടെ നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞൊരു വാചകം കാറൽ മാർക്സിന് സ്ട്രൈക്ക് ചെയ്തു. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുക. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ തത്വസംഹിത എഴുതുവാൻ ആ വാചകം ഒരു മനുഷ്യന് പ്രചോദനമായി എന്ന് ചരിത്ര രേഖകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇന്ന് രാത്രിയിൽ ഞാൻ ഇവിടെ വന്നിരിക്കുന്ന സമൂഹത്തോടൊന്ന് പറയാം, അവരൊക്കെ യേശുക്രിസ്തുവിനെ സല്യൂട്ട് ചെയ്യുവാനും പാദം കഴുകുവാനും അവരുടെ ഉള്ളിലുള്ള തത്വസംഹിതകളെ പൊടിതട്ടിയെടുക്കുവാനും ഒക്കെ യേശുക്രിസ്തുവിൻ്റെ പ്രസംഗവും ജീവിതവും അവർക്ക് ഗുണം ചെയ്തുവെങ്കിലും ഇന്ന് രാത്രിയിൽ ശബ്ദപരിധിയിലല്ല ഇവിടെ വന്നിരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം പൊടിതട്ടിയെടുക്കുവാനും ഉള്ളിൽ ചലിക്കുവാനും ചിന്തകളെ ഉദ്ദീപിപ്പിക്കുവാനുമുള്ള കേവലം ഒരു ശബ്ദമല്ല യേശു എന്നുള്ള ശബ്ദം. ഇന്ന് രാത്രി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹൊറിസോണ്ടലായി ചലിച്ച നമ്മളെ വെർട്ടിക്കലായി ചേർത്ത് നിർത്തിയ അവന്റെ വൻ പദ്ധതിയുടെ പേരാ യേശു ക്രിസ്തു. ഹല്ലേലൂയ. വളരെ ശീഘ്രം ചലിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ തട്ടിത്തകരും. കൈവിടപ്പെട്ടു. പാപം മാനവകുലത്തെ ആടി തകർത്ത് കളഞ്ഞിരിക്കുക, അടിസ്ഥാനം ഇളക്കിയിരിക്കുക. കൈവിടപ്പെട്ടു പോയ ഒരു സമൂഹം ഒരൊറ്റ സുപ്രഭാതത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടു. അവൻ മനുഷ്യനെയും ദൈവത്തെ തമ്മിൽ കണക്ട് ചെയ്തു. വെർട്ടിക്കൽ, ഹൊറിസോണ്ടൽ became vertical. ആ പേരാ യേശു ക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് രാത്രിയിൽ ആ പേര് കേവലം ഒരു പേരല്ല, കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളം തുടിക്കും. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുക ഇന്ന് രാത്രിയിൽ ചിലരുടെ ഉള്ളം തുടിക്കുന്ന ഒരു സമയമായി തീരട്ടെ. അനേകർക്ക് ആ പേരൊരു എക്സൈറ്റ്മെന്റ് അല്ലെങ്കിലും കല്യാണിമുക്ക് കൺവെൻഷനിൽ ആ പേര് കേൾക്കുമ്പോൾ ഉള്ളം തുടിക്കുന്നവർ ചേർന്ന് കർത്താവിനെ ശബ്ദമുയർത്തി ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ.